ഹലോ ഗൈസ്, അപ്പോൾ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ആദ്യം ഞാൻ മണ്ണൊക്കെ അച്ഛനെ കൊണ്ട് ആക്കിപ്പിച്ചു, പിന്നെ അതിങ്ങനെ ആക്കി വെച്ചു. അച്ഛനെ വലുതായിട്ട് കാണിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നെ ഞാൻ ചാണകം നമുക്ക് വേണമായിരുന്നു, അപ്പോൾ ചാണകം എടുക്കാൻ വേണ്ടി നമുക്ക് അടുത്തൊരു തൊഴുത്തുണ്ട്, അപ്പോൾ അവിടെ പോയിട്ട് എടുക്കാമെന്ന് വെച്ചിരുന്നു. അപ്പോൾ ഞാൻ പോകാൻ നോക്കുമ്പോൾ അച്ചാച്ചൻ പോകുന്നു ഗൈസ്, അച്ഛൻ്റെ കൃഷിത്തോട്ടത്തിലേക്ക്. അപ്പോൾ അച്ഛൻ്റെ പുറകെ ഞാൻ ഇങ്ങനെ നോക്കിയാണ്. എൻ്റെ മോനെ പൂച്ച അച്ചാച്ചന് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. പൂച്ചയൊക്കെ തിരിച്ചും അച്ചാച്ചനെ ഭയങ്കരമായിട്ട് നോക്കുന്നതാണ്. അച്ചാച്ചനെ എവിടെ പോയാലും പുറകെ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അതൊക്കെ നോക്കി അച്ഛൻ്റെ കൃഷിത്തോട്ടത്തിൽ അച്ഛൻ ഇതൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ നോക്കി വന്നു തൊഴുത്തിലെത്തി ഗൈസ്. പിന്നെ നോക്കുമ്പോൾ തൊഴുത്തിൽ പശു, നല്ല കുഞ്ഞു പശു ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ അവിടെ വലിയ പശുവുമായിട്ട് ഗുസ്തി കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു. കാരണം അതുമെല്ലാം കുത്തി ഞാനങ്ങ് തീർന്നു ഗൈസ്. എനിക്ക് ഭയങ്കര പേടിയുള്ള സംഭവമായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ എൻ്റെ എക്സ്പ്രഷനൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അയ്യോ, എനിക്കിഷ്ടമല്ലാത്ത പരിപാടിയാണ്. പിന്നെ വേറെ ആരും, എൻ്റെ കാര്യം ഞാൻ തന്നെ ചെയ്യണമല്ലോ. അപ്പം അങ്ങനെ വിചാരിച്ച് ഞാൻ അങ്ങ് ചെയ്യുകയാണ് ഗൈസ്. എനിക്ക് എൻ്റെ ഏച്ചി ഉണ്ടായിരുന്നു കൂടെ, പക്ഷെ അവളോട് പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നില്ല ഗൈസ്. എന്നിട്ട് അവൾ ഞാൻ ചെയ്യുന്നിട്ട് പുറകെ നിന്ന് ചിരിക്കുന്നതുകൊണ്ട് എനിക്കും ചിരി വരുന്നു ഗൈസ്. പിന്നെ പശു എന്നെക്കാട്ട് 10 ഇരട്ടി ഉണ്ട് ഗൈസ്. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെയൊക്കെ എടുക്കുവാണ്. പിന്നെ നമുക്ക് കുറച്ച് മതിയായിരുന്നു. പിന്നെ എനിക്ക് പശുവിനെ പേടിയാണെങ്കിൽ കുറച്ച് എടുക്കുകയാണ്. അങ്ങനെ ഇതായിരുന്നു. പിന്നെ പശു, എൻ്റെ അമ്മോ, ഓരോ നോട്ടം നോക്കുമ്പോൾ ഞാൻ ദഹിച്ച് പോവുകയാണ് ഗൈസ്. കുഞ്ഞു പശുവിനൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. കുഞ്ഞു പശുവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാനതൊക്കെ എങ്ങനെയൊക്കെ നിന്നു. അതൊക്കെ ഏകദേശം എടുത്ത് കഴിയാനായി. പിന്നെ ഞാൻ അവിടെ നിന്ന് പശു അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ എനിക്കൊന്ന് ശ്വാസം വിട്ടത്. അപ്പോൾ ഞാൻ വേഗം എടുത്തു. പിന്നെ നല്ല രസമുണ്ട് കുഞ്ഞു പശുവിനെ കാണാൻ, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിന് ശേഷം പിന്നെ കഴിഞ്ഞു ഗൈസ്. ഇനി നമുക്ക് നമ്മൾ വന്ന ഇവിടെയാണ്, വേറെ വീട്ടിലാണ്. അപ്പം അടുത്തുള്ള വീടാണ്. അപ്പോൾ അവർ പറഞ്ഞു ചാണകം എടുത്തോന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അവിടെ വന്നിട്ട് അവിടുത്തെ പശു തൊഴുത്തിലാണ് എടുക്കുന്നത്. അങ്ങനെ ഞാൻ എടുത്തു കഴിഞ്ഞു ഗൈസ്. അയ്യോ, ഇപ്പം എനിക്ക് സമാധാനം. പിന്നെ അച്ചാച്ചൻ്റെ കൃഷികളാണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്നത്. കൂർക്ക, ചേമ്പ്, ചേന എല്ലാം ഉണ്ട് ഗൈസ് ആ പർവ്വത്ത് മൊത്തം. പിന്നെ അതുകൊണ്ട് അച്ചാച്ചൻ അവിടെ നിൽപ്പുണ്ട് ഗൈസ്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പിന്നെ കണ്ടോ, അച്ചാച്ചൻ പന്നി വരാണ്ടിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്ത് വെച്ചാണ്. പിന്നെ ചാണകം വന്നിട്ട് ഓരോ അച്ഛനെ ഇങ്ങനെ ആക്കി വെച്ചു. അതിനകത്ത് ക്യാപ്പുള്ള ഓരോ ഭാഗവും ഞാൻ ഇങ്ങനെ ചെയ്യുകയാണ്. ഭയങ്കര ടാസ്ക് ആയിരുന്നു ഗൈസ്. എനിക്ക് കൈ കൊണ്ട് തൊടുമ്പോൾ തന്നെ എനിക്ക് എന്തൊക്കെയൊക്കെയോ ആയിരുന്നു ആവുന്നത്. പിന്നെ ആ ക്യാപ്പൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഫില്ല് ചെയ്യണം. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഉണ്ട് ഗൈസ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് സംഭവം ചെയ്യാൻ ഇൻട്രസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വേറൊരു ചേച്ചി അവളിലേക്ക് കൂടി പോകുമ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാതെ ഞാൻ നോക്കിയത് ഗൈസ്. അപ്പം ഇങ്ങനെ നല്ല ഒരു ഇൻട്രസ്റ്റുള്ള പരിപാടിയാണ്. പക്ഷെ എനിക്ക് ആ ചാണകം മാത്രം അങ്ങോട്ട് അത്ര തൃപ്തികരം വന്നില്ല ഗൈസ്. പിന്നെ സൈഡിലൊക്കെ കൂടെ ആ ഓട്ട പോലെയുള്ള സ്ഥലത്തൊക്കെ ഞാൻ ക്യാപ്പ് ഫില്ല് ചെയ്തു. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. പിന്നെ എനിക്ക് ഈ പരിപാടിയാണ് വലിയ താല്പര്യമില്ലാത്തത്. പക്ഷേ ഞാൻ കേക്കിൽ ക്രീം തേക്കുന്ന പോലെയൊക്കെ വിചാരിച്ചങ്ങ് തേച്ചു ഗൈസ്. പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, മൊത്തത്തിൽ തേക്കാൻ പറ്റില്ല. പക്ഷേ എന്നോട് അച്ഛനൊക്കെ പറഞ്ഞു അങ്ങനെയൊന്നും ചെയ്താൽ ശരി, ഇങ്ങനെയല്ല ആക്കണമെന്നൊക്കെ പറഞ്ഞ് എന്നെ കുറേ നെഗറ്റീവ് അടുപ്പിച്ചു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഞാൻ എൻ്റെ രീതിയിൽ ചെയ്ത് കാണിച്ചു കൊടുത്തു. അപ്പോൾ കുറച്ചും കൂടി പരിപാടി ഉണ്ട് കഴിച്ച് ഇങ്ങനെ ചെയ്യണം. അപ്പം അത് കയ്യിലുള്ള ടാസ്ക്കാണ്. എന്നിട്ട് അവൾ ബേക്കിലിരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക. അതാണ് കഴിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്നത്. പിന്നെ എൻ്റെ കൈ നിറച്ച് വയസ്സ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പക്ഷേ കുഴപ്പമില്ല, നല്ലൊരു ഓണത്തിന് കഴിഞ്ഞ് ഇതിലും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് എന്ന് വെച്ചാൽ നാളെ അത്തം ഇടണം. അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ ഇടുമ്പോൾ നല്ലൊരു സുഖം ഉണ്ടാവുമല്ലോ. രാവിലെ കുളിച്ച് മുറ്റമൊക്കെ അടിച്ച് വാരി അത്തം ഇടുമ്പോഴുള്ളൊരു വൈബ് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചതുകൊണ്ട് ഞാൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ചെയ്ത് ഏകദേശം ഫിനിഷ് ആവാനായി. ഇനിയും ഫിനിഷ് ആവാൻ കുറച്ചും കൂടെ ഉണ്ട് ഗൈസ്. അപ്പം അതിങ്ങനെ ചെയ്യണം ഗൈസ്. ഭയങ്കരമായിട്ട് നിങ്ങൾ ലാഗ് അടിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ചെറിയ ഡൗട്ടുണ്ട് ഗൈസ്. അപ്പം പിന്നെ അത് അച്ചാച്ചൻ വരുമ്പോൾ പോയ പൂച്ചകളൊക്കെ തിരിച്ച് വരുന്നുണ്ട് കൂടെ. അപ്പോൾ അച്ചാച്ചൻ അത് തന്നെ പറഞ്ഞുകൊടുക്കുക, അങ്ങനെയല്ല ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട്. അത് അച്ചാച്ചൻ വരുമ്പോൾ പൂച്ചകളും തിരിച്ചു പോകുന്നു. അച്ചാച്ചൻ എവിടെ പോകുന്നോ അവിടെ പൂച്ചയുണ്ടോ. അതുകൊണ്ട് പിന്നെ ഭയങ്കര അച്ചാച്ചൻ ഞാൻ ചെയ്യുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അച്ചാച്ചൻ കയറി പോകുമ്പോൾ പൂച്ച ഏതാ 3 എണ്ണമൊക്കെ. ഇത് വെള്ളപ്പൂച്ച എൻ്റെ ഫേവറേറ്റ് ആട്ടോ, ബാക്കിയൊന്നും എനിക്ക്. പിന്നെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ